ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും റവയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം, ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ മതിയാകും. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന അളവ് 2 ഉരുളക്കിഴങ്ങാണ്. അപ്പം ബാറ്ററും അതിനനുസരിച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ അളവ് കൂടുതലായിട്ട് എടുക്കുക. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. എരിവുള്ളതാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. രാവിലെ ആയാലും ശരി, വൈകിട്ടായാലും ശരി. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു അല്പം ചാട്ട് മസാലയാണ്. ഒരു പുളിപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. ചാട്ട് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതും ഇല്ലെങ്കിൽ ഒരല്പം ടൊമാറ്റോ സോസ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഫില്ലിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈം മതിയാകും. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതായി കിട്ടും കേട്ടോ. ഇനി ഇതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ കടലമാവ് ഒഴിവാക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് ഇതുകൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടലമാവ് ഒഴിവാക്കരുത്. ഗോതമ്പ് പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് അല്പം ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന്, ഇപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാനിതിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ ഇത്രയും ലൂസാണെങ്കിൽ ഇത് മാവ് ഒഴിച്ച് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്പം കൂടി ഒന്ന് തിക്കാവും, കാരണം റവയാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലോ 1 ടീസ്പൂൺ അളവിലോ ഒക്കെ ചേർക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി കളറായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. തവ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് ചുട്ടെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ദോശയായിട്ട് നിന്ന് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് വേറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു റവ ദോശ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. റവയും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തത് നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെറും ദോശയായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ മാവ് ബാക്കിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇത് സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് നൈസായിട്ട് വേണം ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിലൊരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നൈസായിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പം ഇതിവിടെ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വശം വെന്ത് വന്നാൽ മതിയാകും കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എടുക്കരുത്, ഒരുപാട് മൊരിയിച്ച് എടുക്കരുത് കേട്ടോ, എങ്കിലത് പൊട്ടിപ്പോകും. ഇത്രയും നൈസാക്കിയിട്ട് വരെ അത് സ്നാക്സ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളത് നല്ല നൈസായിട്ട് തന്നെ അതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നല്ലതായിട്ട് സ്മൂത്തായിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടിച്ച് സ്മൂത്താക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാനത് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. വെറുതെ ദോശയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ഓയിലൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി, ഓയിലോ നെയ്യോ. അപ്പോൾ ഞാനിതിവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു ദോശ എടുത്തിട്ടുണ്ട്, ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം, മസാല വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കും. ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തത് തികയാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകും. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇത്രയും നൈസാക്കിയിട്ട് പോലും സൈഡ് ഒന്ന് വിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീരെ നൈസാക്കി എടുക്കുക. അപ്പം ഞാൻ ഒന്നുകൂടി അതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾക്കത് ഒട്ടിച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെയും ഒട്ടിക്കാം കേട്ടോ. മൈദയുടെ ബാറ്റർ കുറച്ചൊന്ന് മൈദ വെള്ളത്തിൽ കലക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്ര എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ അടിഭാഗം ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ 3-4 ഒരുമിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാതെ നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മുതിർന്നവർക്ക് അങ്ങനെയും കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് തീയിൽ വെച്ചൊന്ന് ചുട്ടെടുത്താലും മതിയാകും കേട്ടോ. ഒരു വശം ഫ്രൈ ആയി വന്നപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോസ് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതും അതുപോലെ റവ വെച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.